guys, welcome to Blah Blah with Lami. Today we are going to talk about my name. പേരോ? Yes guys, എൻ്റെ പേര് പണ്ട് മുതലേ എനിക്കൊരു അറ്റൻഷൻ സീക്കർ ആയിരുന്നു. ചെറുപ്പത്തിൽ എനിക്കതൊരു വലിയ ഇൻസെക്യൂരിറ്റി വരെയായിരുന്നു. അതിന് മാത്രം എന്ത് തേങ്ങയാണ് ഈ പേരിലുള്ളത് എന്നല്ലേ പറഞ്ഞുതരാം. എൻ്റെ പേര് വന്നിട്ട് ലാമിയ എന്നാണ്. ഇതിനിപ്പോൾ എന്താ പ്രശ്നമല്ലേ? പ്രശ്നമുണ്ട്. ഞാൻ താമസിക്കുന്ന ടൗണിൽ അത്യാവശ്യം നല്ല ഫേമസ് ആയിട്ടുള്ള ഒരു ടെക്സ്റ്റൈൽ ഷോപ്പാണ് സാമ്യ. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഒരു ഫാൻസി ഷോപ്പുണ്ട്, ലാമിയ എന്ന് പറഞ്ഞിട്ട്. ഇപ്പം നിങ്ങൾ വിചാരിക്കണ്ടാവും ഈ പെണ്ണിന് എന്താ വട്ടാണോ, ഇതൊക്കെ നോക്കി നിന്ന് ഒരു കടയ്ക്ക് പേരിടാൻ പറ്റുമോ? ഇല്ല, എനിക്കൊരു പ്രശ്നമല്ല. പക്ഷെ ഞാൻ എൻ്റെ പേര് ആരോടെങ്കിലും പോയി പറഞ്ഞാൽ അപ്പോൾ തിരിച്ചു ചോദിക്കും സാമിയ ലാമിയ. ഇനി പോരാത്തതിന് അതൊരു സദസ്സിലാന്നും കൂടി വിചാരിച്ചോ. ഒരു സദസ്സിൽ എൻ്റെ പേര് വിളിച്ചിട്ടാണ് മൈക്കിൽ കൂടി എന്നൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടി ഒരു നോട്ടാ, എന്തോ കണ്ടമേ. അപ്പോൾ ചെറുപ്പത്തിൽ എനിക്കത് വലിയൊരു ഇൻസെക്യൂരിറ്റി ആയി. കാരണം ഞാൻ എൻ്റെ പേര് വിളിച്ച് എല്ലാവരും കൂടെ നോക്കുകയാണ്, ഇതിനെന്താ ഇത്ര എന്തോ പ്രശ്നമുണ്ട് എൻ്റെ ഈ പേരിന് എന്നുള്ളത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ലേ ഗൈസ്, ഇൻസെക്യൂരിറ്റി ആയിട്ട് ആരും ജനിക്കണില്ല, സമൂഹമാണ് ഓല അങ്ങനെ ആക്കി മാറ്റണത്. എന്നിട്ട് ഞാൻ ഇവർക്കൊക്കെ കുത്തിയിരുന്ന് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഇങ്ങനെ സാമ്യ ലാമിയ വെച്ചാൽ. ഞാൻ പറയും ആ ലാമിയക്ക് LAMI ഉണ്ട്, എനിക്ക് LAMIA ഉള്ളൂ. സോ എൻ്റെ പേര് ലാമി ആന്നാണ്. നിങ്ങളൊക്കെ പാടെ വിളിച്ച് അത് ലാമിയാന്നായതാണ്. അതുകൊണ്ട് എൻ്റെ സർട്ടിഫിക്കറ്റ്സിൽ വരെ ഞാൻ ആദ്യം നോക്കുക അതാ ഉണ്ടോ. കാരണം എൻ്റെ പേരിൽ ഇല്ല. മലയാളത്തിൽ അറബിയിൽ എഴുതുമ്പോൾ എൻ്റെ പേര് ലാമി ആന്നാണ്. ഇംഗ്ലീഷിൽ ലാമി ആന്നെ എഴുതും. പക്ഷെ എല്ലാവരും കൂടിയും വിളിക്കുമ്പോൾ ലാമി ആന്നായി പോകും. കുറച്ചൊക്കെ വളർന്നപ്പോൾ ഈ അറ്റൻഷൻ ഞാനങ്ങനെ ആസ്വദിക്കാൻ തുടങ്ങി. കാരണം നാലാളും നോക്കുകയാണല്ലോ. അപ്പോൾ ആയാലും ഞാൻ എൻ്റെ പേരൊക്കെ പറഞ്ഞു കൊടുത്താൽ അല്ല ഇതേപോലെ തന്നെ ഇതേ സെയിം ഡയലോഗ്, ഒരു മാറ്റം ഇല്ലാതെ ചോദിക്കുക. അപ്പം ഞാൻ പറയും ഇല്ല പേര് മാത്രമേ ഉള്ളൂ, കട എൻ്റെതല്ല എന്ന് പറയും. അപ്പോൾ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേയ്സ് ബ്ലാ ബ്ലാ. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ.